ബർത്ത്ഡേ ആട്ടോ. അപ്പം ഒരു പുതിയൊരു ഇതിലേക്ക് ഞാൻ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടത്തു. അപ്പോൾ അതായത് ഇദ്ദേഹം ചാറ്റ് ചെയ്ത് ആരോടോ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യം, ആ ചാറ്റ് ഒരു പെൺകുട്ടി എന്തോ ഈ ഒരു പെൺകുട്ടിക്ക് അഥവാ ജിസ്ബിക്ക് അയച്ചു കൊടുക്കുന്ന, കുഞ്ഞാറ്റയ്ക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ സൈഡിൽ അതും വെച്ചിട്ട് ഹലോ ഗൈസ് വെൽക്കം വണക്കം മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്, അതിനകത്തുള്ള ഇച്ചായനും കുഞ്ഞാറ്റയും അവരുടെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, അറിയുന്നുണ്ടായിരിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഗുരുതരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഞാൻ നേരിട്ടറിഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഇച്ചായൻ എന്ന് പറയുന്ന അമൽ പൗലോസ് അദ്ദേഹവും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. അതിനകത്ത് കുറച്ച് കൂടി എന്തുകൊണ്ടാണ് ഈ ഒരു ഡിവോഴ്സ് നടന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് വളരെയധികം സംശയമുണ്ട്. ഇതാണ് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് നമ്മുടെ ഈ കുഞ്ഞാറ്റ ജിസ്ബി എന്ന് പറയുന്ന പുള്ളിക്കാരത്തി അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹാൻഡിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്കകത്ത് ഒരു ചാറ്റ് വെച്ചിട്ടുണ്ട്. ആ ചാറ്റിനെ ഒന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്, അത് വ്യക്തമല്ല. അതായത് ഇദ്ദേഹം ചാറ്റ് ചെയ്ത് ആരോടോ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യം, ആ ചാറ്റ് ഒരു പെൺകുട്ടി എന്തോ ഈ ഒരു പെൺകുട്ടിക്ക് അഥവാ ജിസ്ബിക്ക് അയച്ചു കൊടുക്കുന്ന, കുഞ്ഞാറ്റയ്ക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ സൈഡിൽ അതും വെച്ചിട്ട് ഇതിലും ബെറ്റർ സൂയിസൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വെച്ചിട്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ളത്. പിന്നാലെ നമുക്ക് ഈ ഇച്ചായൻ പറയുന്നൊരു സംഭവം കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നാലെ കാണാം. ആദ്യം പുള്ളിക്കാരത്തി പറഞ്ഞു നോക്കാം. വ്യക്തമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഞാൻ സ്നേഹിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തുറന്നു പറയാത്തത്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് വിത്ത് സ്ക്രീൻഷോട്ട് അയച്ചു. ഇത് ഇന്നും ഇന്നലെയും എടുത്ത തീരുമാനമല്ല. 2.5 വർഷം മുമ്പ് മൂവാറ്റുപുഴ കുടുംബ കോടതിയിൽ ഞാൻ ഡിവോഴ്സായി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് വെച്ചത് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടായിരുന്നു. ഓരോന്ന് ആവർത്തിച്ചാലും പിന്നീടുള്ള ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ തീരുമാനം എടുക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി, അതായത് ഉള്ളതുകൊണ്ടായിരുന്നു ഓരോരോ പ്രശ്നങ്ങൾ പിന്നെയും അത് വീണ്ടും ആവർത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആവർത്തിച്ചും ഓരോന്ന് വീണ്ടും ആവർത്തിച്ചത് കാരണം ആണ് ഇത് സംഭവിച്ചെന്നുള്ള കാര്യം. ഇതിനകത്തൊരു സ്ക്രീൻഷോട്ടോടെ വച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു എന്തോ ഒരു പുള്ളിക്കാരത്തിയുടെ ആരുടെ ചാറ്റാണ്, ഇതിലും ബെറ്റർ സൂയിസൈഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വയ്ക്കുന്നു. ഇത് ഇവരുടെ ഒരു ഭാഗം, അതായത് നമ്മുടെ കുഞ്ഞാറ്റ ജിസ്ബിക്ക് അനുഭവിച്ചിട്ടുള്ള കുറേ അധികം ആൾക്കാർ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ആയിട്ട് കുറച്ച് കാര്യം പിന്നാലെ നമുക്ക് ഇച്ചായൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം നമുക്ക് കുറച്ചധികം സൗഹൃദ വലയങ്ങളും ഇവരെയൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോഴും പറയുന്നു, ഇതിപ്പോൾ രണ്ട് വ്യക്തികളായിട്ട് മാറിക്കഴിഞ്ഞു. അവർ രണ്ടും ആ ജീവിതത്തിൽ നിന്നും രണ്ട് വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കാരണവശാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുടെ ആവശ്യമൊന്നും ഇനി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് ആ കുട്ടി ഒത്തിരി അധികം മാനസിക സംഘർഷങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നേരിട്ടറിഞ്ഞത്. അത് ഒത്തിരി വിഷമിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്ന് രണ്ട് വഴിക്ക് പോയ ആൾക്കാരെ മറ്റേ റീപോസ്റ്റ്മോർട്ടം ഒന്നും നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പം ജിസ്ബി എന്ന് പറഞ്ഞ കുട്ടി മാൾട്ടയിൽ പഠിക്കാൻ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇച്ചായൻ എന്നുള്ള വ്യക്തിയും അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അദ്ദേഹം ഒരു പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അകത്ത് ഈ ഒരു പെൺകുട്ടിക്ക് കൊടുത്തിരുന്ന ചില പരിമിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കാരണവും അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ആ ലൈഫിൻ്റെ അകത്തുണ്ടായ തിക്തമായ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളും ദുരനുഭവങ്ങളും കാരണമാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത്. പല നിരന്തരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, പ്രായത്തിൻ്റെതായിട്ടുള്ള അപക്വതകളോ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള സാഹചര്യങ്ങളോ ചില പ്രത്യേക തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഒരു തെറ്റിൽ നിൽക്കുമ്പോഴും നമ്മൾ തെറ്റാണെന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് വർഷങ്ങൾ കഴിയും തെറ്റായിരുന്നു ആ ഒരു ചിന്തയിലേക്ക് എത്താനും മാറാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് നേരിട്ട് അറിയുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞെന്ന് വെച്ചാൽ ആ കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇനി അതർ സൈഡിൽ ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാലും എൻ്റെ അറിവിലേക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെയാണ്. അത്രത്തോളം കണ്ണുനീരണിഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പം നിങ്ങൾ കാണുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ പങ്കാളികളാണ്. അതായത് നമ്മുടെ കൂടെ ഒരു പെൺകുട്ടി വന്ന് ചേർന്നാലും നമ്മളൊരു അങ്ങോട്ട് ചെന്ന് ചേർന്നാലും എന്തായിരുന്നാലും രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികൾക്ക് മ്യൂച്വൽ ആയിട്ടുള്ള ഈക്വൽ റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ജീവിതമായിട്ട് പോകുന്നില്ല. അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് വേണം. അല്ലാതെ ഞാനൊരാണാണ്
അതുകൊണ്ട് നീ ഒരു പെണ്ണ് മാത്രമാണ് എന്നുള്ളതോ, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണ് നിങ്ങളൊരാണ് മാത്രമാണെന്നോ എന്ന് പറഞ്ഞിട്ടൊരു ചില ഈഗോയിസ്റ്റിക് ക്ലാഷുകൾ നിരന്തരം ഉണ്ടാകുന്ന കുടുംബമൊന്നും നേരം വണ്ണമൊന്നും പോകത്തൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിട്ടുവീഴ്ചകൾ, പിന്നെ ചില ആൾക്കാർക്കെങ്കിലും കുടുംബജീവിതമൊക്കെ ഉണ്ടായി കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ തളയ്ക്കപ്പെടും. ഒരു ബന്ധനമാണ്, കാലിനകത്തും കൈക്കകത്തുള്ള ബന്ധമാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങളെ തകർക്കുന്ന ബന്ധത്തിലൊന്നും നിൽക്കേണ്ട. അത് ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി, എന്തിനും നിങ്ങളിങ്ങനെ ജീവിക്കണം? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് ചുമ്മാ പറഞ്ഞാൽ പോരാ, നടക്കത്തില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാന സമൂഹം എന്താണ്? സമൂഹം നിങ്ങൾ ആരാണ്? സമൂഹത്തിനെ നോക്കാനും സമൂഹത്തിൻ്റെ വാക്കിന് അവരുടെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളൊരു ഒന്നും ചെയ്യാൻ നിൽക്കരുത്. സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇച്ഛായി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അത് കാണാം. ഈ പുള്ളിക്കാരിട്ടിരുന്ന ഒരു പോസ്റ്റാണ്. അത് ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. പുള്ളിക്കാരുടെ പോസ്റ്റ് ഒരുപാട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്, എല്ലാവരും പറയുന്ന ശരി വെച്ചിട്ട് എല്ലാം ഞാനങ്ങ് ഏറ്റെടുത്തിട്ടല്ല. പിന്നെ എല്ലാവരും എന്നെ പറഞ്ഞാലും ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഒന്നുമില്ല. കാരണം എല്ലാം എൻ്റെ മാത്രം തെറ്റാണ്. അതിൽ ആദ്യം ഞാൻ ചെയ്ത തെറ്റ്, ആ ഒരാളെ കണ്ടുമുട്ടി കൂടെ നിർത്തി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്ന് കൂടെയുള്ള ആളിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നത് മാത്രമാണ്. ഞാൻ 100% എല്ലാം തികഞ്ഞവനൊന്നുമല്ല. എനിക്ക് ഉണ്ട് കുറവുകളും കുറ്റങ്ങളും. പക്ഷേ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങളും ഉണ്ട്. പിന്നെ പറയാനാണെങ്കിലും എനിക്കുമുണ്ട് ഒരുപാട് സ്നേഹിച്ചതും നഷ്ടപ്പെട്ടതിൻ്റെയും കളിയാക്കലിൻ്റെയും അവഹേളനത്തിൻ്റെയും കഥകൾ പറയാൻ. ഇനി കഴിഞ്ഞത് ഓർക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല, ഒരു തിരിച്ചു പോക്കുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നു. ഈ ഒരു എന്തായാലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഈ പുള്ളിയും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാക്കാം. അതിലധികം ഒരു അവഹേളനത്തിലേക്ക് എത്തിയിട്ടില്ല. എനിക്കും പറയാനുണ്ട്, എന്നാൽ ഞാനും ഇവിടെ വെച്ച് നിർത്തുന്നു എന്നുള്ളത് അത് തന്നെയാണ് നല്ലത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു കാര്യം നല്ലതിനല്ല. കാരണം ഇതിപ്പം കഴിഞ്ഞു. ഇപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളെ രണ്ടുപേരും, ഇപ്പം ഇച്ചായൻ എന്ന് പറയുന്ന അമൽ പൗലോസും ജിസ്ബി എന്ന് പറയുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഫാൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കാണുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇവരോട് ചോദിച്ചുകൊണ്ട് ഇതെന്ത് പറ്റി, ഇതെന്താ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചത്, ഇതെന്താ നിങ്ങളുടെ വീഡിയോസ് വരാത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് പ്രത്യേകിച്ച് യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ചോദ്യങ്ങൾ വരും. അപ്പം ഒരുപാടുണ്ട് ഇതിൻ്റെ പുറകിൽ. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലും നടക്കാത്തതൊന്നുമല്ല. എങ്കിലും കുറച്ചധികം സംഭവം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഒരു കണ്ണുനീരിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് എൻ്റെ അറിവിലേക്ക് വരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും അത് വളരെയധികം ഇതായിട്ടുള്ള രീതിയിലാണ് അറിഞ്ഞത്. ഇനി ഇദ്ദേഹം ഈ അമൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങി. 2 മണിക്കൂറിന് മുമ്പ് ഒരു പുതിയ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കാം. അപ്പം ഒരു പുതിയൊരു ഇതിലേക്ക് ഞാൻ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഞാനൊരിക്കലും പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങളൊക്കെ നടത്തു. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു ജീവിതത്തിൽ, എൻ്റെ ഒരു ജീവിതത്തിൽ പുതിയൊരു തീരുമാനങ്ങളും പുതിയ ഒരു വഴിത്തിരിവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചാച്ച പറ്റിയൊക്കെ ഇട്ടിട്ട് അപ്പം വീട് പണിയും കാര്യങ്ങളും നമുക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാരണം അറിയാണ്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സ് കാര്യങ്ങളൊക്കെ വിഷമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കണം. പിന്നെ തന്നെ മാക്സിമം നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ ഞാനും അച്ചാച്ചി അമ്മച്ചിയൊക്കെ ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത് സെറ്റാക്കണം. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, പുള്ളിക്കാരൻ വീഡിയോക്കകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാരണം ആർക്കെങ്കിലും വേദനയോ വിഷമങ്ങളോ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. പുള്ളിയുടെ ബർത്ത്ഡേ ആണ് 28ാമത്തെ വയസ്സാണ്. ഓക്കെ, അപ്പം 28 വയസ്സെന്ന് പറയുമ്പോഴേക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി അല്ലേ. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ ഞാനിത് കാണുന്ന ആൺകുട്ടികളടുത്തൊരു കാര്യം പറയാട്ടെ, സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ കണ്ടാൽ മതി. 28 വയസ്സെങ്കിലും കഴിയണം നിങ്ങൾ കെട്ടണതിനെക്കുറിച്ച് ചിന്തിക്കാൻ. 28 വയസ്സ് കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി കെട്ടുന്നതിനെക്കുറിച്ച്. 28 വയസ്സിന് മുമ്പൊന്നും, ഞാൻ എൻ്റെ കാര്യം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, 28 വയസ്സിന് മുമ്പൊന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പക്വതയൊക്കെ എത്തും എന്നുള്ളതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ഉണ്ടാവുന്നവരുണ്ടാവാൻ വളരെ റെയറായിരിക്കും. പക്ഷേ എൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സിലാണ് എൻ്റെ മാരേജ് 28ാമത്തെ വയസ്സിലായിരുന്നു.
സോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണ്ടേ. ആ 28 വയസ്സിൽ പോലും എനിക്കൊരു പക്വത ഉണ്ടെന്ന് എനിക്ക് അപ്പോഴും തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണ് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ 28ാമത്തെ പിറന്നാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ചാനൽ സ്റ്റാർട്ടായിട്ടുമുണ്ട്. അപ്പോൾ അതിലൂടെ ആണ് ഈ കാര്യങ്ങളൊക്കെ പുള്ളി അറിയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരന് കുറേ പറയാനുണ്ടെന്ന് പറഞ്ഞ് സ്റ്റോറിയും മറ്റുള്ള കാര്യങ്ങൾ ഈ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചില ആൾക്കാർ ചില കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആക്സിഡൻ്റായി വായ തുറക്കാൻ പോലും പറ്റാതിരുന്നപ്പോൾ കുഞ്ഞാറ്റം നോക്കിയത് ഇപ്പോഴും ഓർക്കുന്നു. ഒരുമിച്ചുള്ളപ്പോൾ വീഡിയോ എടുക്കാൻ മടി, ഇപ്പോൾ റിവെഞ്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത് പോലെ തോന്നുന്നു. മകൻ്റെ ജീവിതം ഇല്ലാതായതിൻ്റെ വല്ലാത്തൊരു സന്തോഷം ആഘോഷം എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിനകത്തുള്ള കുറേയധികം ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇവൻ എന്തെങ്കിലും തകരാറുണ്ടോ ഒരേ ചിരി എന്നുള്ള സംഭവം അതിനകത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഓക്കെ. ഇനി സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ അവരിലേക്ക് വരും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ അപ് ടു ദം, അത്രയേ ഉള്ളൂ. എനിക്ക് ഇവരുടെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നുള്ള ലെവലിൽ ഈ ഒരു മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്നുള്ള സംഭവം വിട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ആ പെൺകുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി ജോലിയും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ ചെയ്ത് അവരൊരു ഇൻഡിവിജ്വലായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമം നടക്കട്ടെ, അത് വിജയത്തിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ ഇദ്ദേഹം യൂട്യൂബ് ചാനലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ആണ് താല്പര്യമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത്, അദ്ദേഹത്തിന് ഈ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് ഭരണമനുസരിച്ച് എന്തും ചെയ്യാം, ആ തരത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പുള്ളിയും പോകട്ടെ, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഇവ രണ്ടുപേരും രണ്ട് തരത്തിൽ പിരിഞ്ഞു പോയി എന്നുള്ള കാര്യം കൊണ്ട് രണ്ടുപേരുടെ ലൈഫും അവസാനിക്കുന്നില്ല. രണ്ടുപേർക്കും ഇനിയും ലൈഫുണ്ട്. അതുകൊണ്ട് ആ ലൈഫിനെ മര്യാദയ്ക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ, ആ ഒരു കുഞ്ഞിനെ ആ കുട്ടിയാണ് വളർത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസും ലീഗാലിറ്റിയെക്കുറിച്ചൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിനകത്താണെങ്കിലും നിങ്ങൾ കടിച്ചു തൂങ്ങി കടന്നുകൊണ്ടിടത്ത് കഷ്ടപ്പെടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വയം ഒരു കയറ് നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയിട്ട് ഒരു അറ്റം ഒരു കമ്പിലോ ഒരു മരത്തിൻ്റെ മൂട്ടിൽ കെട്ടിയിട്ടത് പോലത്തെ അവസ്ഥയാണ്. കാലിൽ ചങ്ങല ഇട്ടിട്ട് മറ്റേ കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിട്ടേക്കും പോലെ. അതുകൊണ്ട് അങ്ങനെയൊന്നും കിടക്കേണ്ട കാര്യമില്ലെന്നേ. വളരെ കൊച്ചു ജീവിതമാണ്, ചെറിയ ജീവിതമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിങ്ങൾ ഇഷ്ടമുള്ളത് ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റാതെ എന്തിനാണ് അടിമ ജീവിതം? അടിമ ജീവിതമൊക്കെ അതൊക്കെ പണ്ടുള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റം അതൊക്കെ മാറി, ഇന്ന് വേറെ കാലഘട്ടം. അതുകൊണ്ട് ചിലർക്കിങ്ങനെ തോന്നും, അതെന്താ ഈ ചിലയിടത്തൊക്കെ പറയും കല്യാണം കഴിഞ്ഞാൽ ആണ് പറയും, അങ്ങനെ അവൻ പറയും അവനാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കുടുംബത്തിൻ്റെ അകത്ത് ഈക്വലാണ്. അതങ്ങനെയാണ്. അതാണായാലും പെണ്ണായാലും കുടുംബത്തിൻ്റെ അകത്ത് ഈക്വലാണെന്നുള്ള ചിന്ത. അതിനപ്പുറത്ത് ഞാൻ വലുത്, നീ വലുതല്ല, നീ എൻ്റെ താഴെയാണ് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതിരുന്നാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് അപ്ലൈ ചെയ്ത് അടിച്ചേൽപ്പിക്കാതെ ഒരു ആലോചനയിലൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം ഹാപ്പി ആയിട്ടൊക്കെ ലൈഫ് പോകും. ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞില്ല. ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു പോയതാണ്, അവരുടെ ലൈഫിൻ്റെ അകത്ത് വന്നു പോയതാണ്. ഇനി ആ പിഴവുകളൊന്നും സംഭവിക്കാതെ ഇദ്ദേഹം ജീവിക്കട്ടെ. അതുപോലെ തന്നെ ആ കുട്ടി അവരുടെ ജീവിതം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കട്ടെ. വളരുന്ന കുഞ്ഞ് നല്ല രീതിയിൽ വളരട്ടെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇനി അദ്ദേഹം പറഞ്ഞ പ്രകാരമാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, കുടുംബത്തോടൊപ്പമുള്ള വീഡിയോസ് എന്നൊക്കെയുള്ള തരത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അത് വഴിമാറി ഇനി ഇതൊരു റിവെഞ്ച് പരിപാടിയിലേക്കൊക്കെ എത്തുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാൻ വേണ്ടിയിട്ട് പാടില്ല. സോ കാത്തിരുന്ന് തന്നെ കാണണം. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാം നന്നായിട്ട് തന്നെ വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ റേസ് ബൈ.